ഞാൻ ആദ്യമായിട്ട് എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ 2 വിഷയങ്ങളെ ദൈവസന്നിധി സമർപ്പിച്ചുള്ളൂ. അത് രണ്ടും സമർപ്പിക്കാനോ വിഷയം വെച്ച് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, അങ്ങനത്തെ ഒരു കാലമാണ്. പക്ഷെ ഒന്നറിയാം, എൻ്റെ ഉള്ളിൻ്റെ മനസ്സിൻ്റെ ഉള്ളൊരു വേദനയാണ്, ഇന്നൊരു വിഷയം കർത്താവ് നടന്നു കിട്ടണം. എല്ലാവരെയും പോലെ ഭൗതിക താല്പര്യത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന ആളാണ് ഞാൻ. ഭൗതിക കാര്യം നടക്കണം. പലരും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ബ്രദറെ എൻ്റെ വിദേശത്ത് പോകാൻ ഞാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തൊക്കെ, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണേ. നിങ്ങളെല്ലാവരും പറയാറുണ്ട്, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം, അത് കുറ്റമായിട്ടൊന്നും പറഞ്ഞതല്ല. പക്ഷേ അത് ഞാൻ പറയാൻ കാരണം, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പലരും വിഷയമാണ് പ്രാധാന്യം, അല്ലേ? ജോലി കിട്ടണം, വിവാഹം നടക്കണം, കടബാധ്യത മാറണം, ആ സ്ഥലം വിൽക്കാതിട്ടിരിക്കുന്നത് വിറ്റ് കിട്ടണം, പിന്നെ പിള്ളേർ നന്നാകണം. ഇതെല്ലാം നല്ല കാര്യം, ഇതെല്ലാം പ്രാർത്ഥനയിൽ വരണം. പക്ഷേ അതിന് മാത്രമായിട്ട് ജീവിക്കരുത്. ജോലി കിട്ടാൻ വേണ്ടി മാത്രം PSC 10 പ്രാവശ്യം എഴുതി നടക്കുന്നില്ല, 11ാമത് കിട്ടാൻ വേണ്ടി അവൻ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അവൻ്റെ ലക്ഷ്യം എന്താ? അവൻ്റെ ലക്ഷ്യം PSC. വിദേശത്തേക്ക് പോകണം, അതിങ്ങനെ പരീക്ഷ എഴുതി 1 പോയില്ല 2 പോയില്ല, ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് പ്രാർത്ഥന. അന്നേരം അവരുടെ ലക്ഷ്യം എന്താ? ആ പുറത്തേക്ക് പോകണം. എന്നാൽ ഇതിനേക്കാൾ ഉപരി ഒരു ദൈവസ്നേഹത്തിൽ നീ വന്നോ, ദൈവരാജ്യത്തിൽ നീ കടന്നു വന്നോ? ഇതാണ് ദൈവത്തിൻ്റെ ചോദ്യം. ഞാൻ ഈ 2 വിഷയമായിട്ട് ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ദൈവസ്നേഹമില്ല, ദൈവരാജ്യം എന്തെന്നറിയത്തില്ല, ദൈവിക വചനത്തിൻ്റെ രക്ഷയെക്കുറിച്ച് എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ശ്രദ്ധിക്കണമേ, സ്തുതിക്കുക, ഹല്ലേലൂയ. ശ്രദ്ധിക്കാമോ? യേശുവേ ആരാധന. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവിക രക്ഷയെ അറിയാത്ത ഒരു ജനത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അതിനാണ് എൻ്റെ ടെസ്റ്റിമോണിയെക്കുറിച്ച് പറഞ്ഞത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ. നീണ്ട 400 വർഷം അടിമത്തത്തിൽ കിടന്ന ജനത്തിന് രക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഒന്ന് ശ്രദ്ധിക്കാമോ? നമ്മൾ കിടക്കുന്നത്, നമ്മൾ ഇപ്പം പണ്ടത്തെയൊക്കെ അവസ്ഥയിൽ വീടെന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്, ഇപ്പോഴല്ല, ഇപ്പം നല്ല വീടുകളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്, ഓല മറച്ച കെട്ടിയ വീട്, ഓല മെടഞ്ഞ് ഇങ്ങനെ മറച്ച് കെട്ടി. ഇപ്പം അങ്ങോട്ടൊക്കെ ഞങ്ങളുടെ നാടുകളിലേക്ക് ഇപ്പം അങ്ങനത്തെ വീടുകളൊക്കെ ഇപ്പം കാണാൻ ഇല്ല, കുറവാണ്. പക്ഷെ അന്ന് കാലങ്ങളിൽ ഇങ്ങനെ പഴയ വീടും ഇങ്ങനെ പണ്ടത്തെ വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ കിടക്കുന്നൊരവസ്ഥയിൽ ഇങ്ങനെ നമ്മളോട് വന്ന് ആരെങ്കിലും പറയുകയാണ്, നീ നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നീ കിടക്കാൻ പോകുന്നത് ഈ സെറ്റപ്പിലല്ല, വലിയ സെറ്റപ്പിലേക്ക്, ഒരു 15 ദിവസം കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ മാറും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊന്നും ഒറ്റയടിക്ക് ഉൾക്കൊള്ളുമോ? ഉൾക്കൊള്ളത്തില്ല. നിങ്ങൾ പറഞ്ഞ അത്ര അങ്ങോട്ട് ഏറ്റെടുത്തില്ല. ഞാൻ ഒന്നുകൂടെ എൻ്റെ കഥ വേറെ ഒന്ന് മാറ്റിക്കൊണ്ട് പറയാം. ഇപ്പം നമ്മളിങ്ങനെ മണ്ണന്തല ഈ പരുത്തിപ്പാറ ഹാളിലിരിക്കുക. നിങ്ങളോട് പറയണം, നാളെ ഉച്ച കഴിഞ്ഞാൽ നമ്മളെല്ലാം ന്യൂയോർക്കിൽ ആയിരിക്കും ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര വിശ്വസിക്കത്തില്ല. പുള്ളി ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കും. നാളെ ഉച്ച കഴിഞ്ഞ് നമുക്ക് ന്യൂയോർക്ക് മാൻഹട്ടൻ ഐലൻഡിൽ നമുക്ക് ഒരുമിച്ച് കൂടി അവിടെ നിന്ന് അത്താഴം ഉണ്ണാന്ന് പറയുമ്പോൾ ഇതെവിടെ നടക്കുമോ? ചുമ്മാ പറയുന്നല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്രായേൽ. ഇതൊന്നുമല്ല, ഞാനൊരു ചുമ്മാ ഒരു കഥ പോലെ പറഞ്ഞതാ. പക്ഷേ ഇസ്രായേൽ ജനത്തോട് മോശം എന്ന് പറയുകയാണ്, നീ വെക്കാത്ത ഭവനത്തിൽ കിടക്കും, നടാത്ത മുന്തിരി നീ അനുഭവിക്കും, കുഴിക്കാത്ത കിണറിൽ നിന്നും നീ വെള്ളം കുടിക്കും. ഇങ്ങനെ ഒരു അനുഭവം പറയുമ്പോൾ 400 കൊല്ലം അടിമയായിട്ട് ജീവിച്ച ഗുഹയിൽ കിടന്ന, പൊടിമണ്ണിൽ കിടന്ന അടിമയുടെ ഉള്ളിൽ അത് കയറത്തില്ല. ദൈവം നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അടിമയ്ക്ക് അത് മനസ്സിലാകത്തില്ല. ഇതാണിപ്പോൾ നമ്മുടെ പ്രശ്നം. നമുക്കിപ്പോൾ കഷ്ടതയുണ്ട്, കടബാധ്യതയുണ്ട്, പ്രയാസമുണ്ട്. ദൈവം ഉയർത്തും എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കും, തലകുലുക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം വരത്തില്ല. സ്തോത്ര, ഹല്ലേലൂയ. എന്നാൽ ഇതേ അവസ്ഥയിൽ നിന്ന ഇസ്രായേൽ ജനത്തോടാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. നിന്നെ ദൈവം അനുഗ്രഹിക്കും, കനാൻ ദേശത്തേക്ക് നിന്നെ വഴി നടത്തും. അവർക്ക് വിശ്വസിക്കുന്നതിനപ്പുറം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർ വിശ്വസിച്ചില്ല. 10 ദൈവസങ്കല്പം, മഹാമാരി 10 എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ ദേവന്മാർ, ഈജിപ്റ്റ് നമുക്കറിയാം, ഒരുപാട് ദേവന്മാരുള്ള ഒരു നാടാണ്. നമ്മുടെ ഇന്ത്യ പോലെ തന്നെ ഒരുപാട് ദേവസങ്കല്പങ്ങളുള്ള നാടാണ്. ഏതാ? ഈജിപ്റ്റ്. നമുക്ക് ഈജിപ്തിൻ്റെ ഒരു പൂച്ച എങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ല. ഈ പടത്തിലൊക്കെ നോക്കി അറിയാം. പണ്ട് അവരൊരു ദേവനാണ്, ഒരു പൂച്ചയുടെ രൂപത്തിലാണ് ആ ദേവൻ്റെ രീതി. അപ്പം ഈജിപ്തുകാരുടെ വലിയൊരു ദേവനാണ്. അവർക്ക് പൂച്ച അവരുടെ വിശുദ്ധ മൃഗമാണ്. പണ്ടൊരു രാജാവ് ഈജിപ്തിലേക്ക് യുദ്ധം നയിച്ചു.
യുദ്ധം എന്ന് വെച്ചപ്പോൾ ഈജിപ്തുകാർ ഭയങ്കര ശക്തനായ പോരാളികളാണ്. ഇവർ എങ്ങനെ പോയാലും അവർ ഏത് ആർമീനെ അവർ തോൽപ്പിക്കാൻ ശക്തമായ ആർമി ഈജിപ്തിന് അന്ന് കാലത്തുണ്ട്. ഈ ശത്രുരാജ്യം എന്ത് ചെയ്തു? സേനയുടെ മുൻപിൽ മുഴുവൻ പൂച്ചകളെ വിട്ടു. പൂച്ചകൾ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇവന്മാരെല്ലാം ആണ്ടെ അവരുടെ ദൈവം വരുന്നു. അവർ ഫൈറ്റ് ചെയ്തില്ല. ശത്രുരാജ്യത്തിന് വളരെ എളുപ്പമായിരുന്നു ഈജിപ്തിനെ തോൽപ്പിക്കാൻ. ഇതൊരു ചരിത്ര കഥയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈജിപ്തിൻ്റെ ഒരു ദേവസങ്കല്പമാണ് അവർക്ക് അന്ന് പൂച്ച. പൂച്ചേനെ കണ്ട് അത് എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഒരുപാട് ദേവന്മാരുണ്ട്. ഈ ദേവന്മാരിൽ ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെ കുറേ ദേവസങ്കല്പങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളും വിചാരിക്കും ഈ കാണുന്നതൊക്കെ ദൈവമാണോ, നമ്മളും വിചാരിക്കും. ഇതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കളും 400 വർഷമായിട്ട് ഈജിപ്തിൽ താമസിക്കുന്നവർക്ക് ഈജിപ്തിൻ്റെ ഓരോ ദേവന്മാരും ദേവതമാരും ഒക്കെ കാണുമ്പോൾ അവരും വിചാരിക്കും ഇതെല്ലാം ദൈവമാണെന്ന്. എന്നാൽ ഈ 10 ദൈവസങ്കല്പങ്ങളെയും തോൽപ്പിച്ചുകൊണ്ടാണ് യാഹ്വയായ ദൈവമാണ് യഥാർത്ഥ ദൈവം അവരെ തെളിയിക്കുകയാണ് ഓരോ മഹാമാരിയിലൂടെ. സ്തോത്ര ഹാലലൂയ. നൈൽ എന്ന ദേവന്റെ മേലുള്ള അധികാരമാണ് നൈലിനെ കലക്കുന്നത്. സ്തോത്ര ഹാലലൂയ. പ്രകൃതി ദേവന്റെ ശക്തിയാണ് കന്മഴ പെയ്ച്ചില്ലാതാക്കുന്നത്. സ്തോത്ര ഹാലലൂയ. 10 മഹാമാരികൾ അവരുടെ 10 ദേവന്മാരുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ടാണ് യാഹ്വയായ ദൈവമാണ് യഥാർത്ഥ ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് അവരെ ഇറക്കുന്നത്. വെറുതെ ഇറങ്ങണം. വേണമെങ്കിൽ ഒറ്റ മഹാമാരിക്ക് തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ വിഷയത്തിൽ തന്നെ ദൈവത്തിന് വേണേ ഇറക്കാമായിരുന്നു. എല്ലാം ചോദിക്കും ദൈവം ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കി. അപ്പം നമ്മൾ ചോദിക്കും ദൈവം തന്നെ അയക്കുകയും ചെയ്യും, ദൈവം കഠിനമാക്കുകയും ചെയ്യും. ഇതെന്ത് പരിപാടിയാ? ദൈവത്തിന് പിടിക്കാൻ പാടില്ല പലരുടെയും ചിന്ത. എന്നാൽ അതല്ല, ഇസ്രായേൽ മക്കളെ നിനക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, ഫറവോയ്ക്ക് വേണ്ടിയല്ല. ഫറവോ വിശ്വസിച്ചോ ഇല്ലയോ ദൈവത്തിന് വിഷയമല്ല. വിഷയം നമ്മളെ ഓരോരുത്തരെയാണ് വിഷയം. നിന്നെ അടിമത്തത്തൊന്ന് വിടുവിക്കാൻ ഇന്ന് ഈ ഹാളിൽ ഒന്ന് ഏറ്റെടുത്ത് നമ്മൾ ആരാധനയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ വിഷയം അടിമത്തത്തിൽ നിന്ന് വിടുവിക്കണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെ കുറിച്ചാണ് ദൈവം ഇന്ന് ഉത്കണ്ഠാകുലരായിരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന അടിമത്തം, നിങ്ങളായിരിക്കുന്ന കഷ്ടത, നിങ്ങളായിരിക്കുന്ന പാപമേഖല, നിങ്ങളായിരിക്കുന്ന തിന്മയുടെ പ്രയാസങ്ങൾ, നിങ്ങളായിരിക്കുന്ന രോഗത്തിൻ്റെ അടിമത്തം, നിങ്ങളായിരിക്കുന്ന കഷ്ടതയുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ന് വിടണം. സ്തോത്ര ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ചിന്ത മുഴുവൻ. നിന്റെ വിശ്വാസത്തെ മാറ്റണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ഒരു ഉറച്ച വിശ്വാസിയായി മാറണം. ഇന്നത് പുറപ്പാട് ഇവിടെ സംഭവിക്കണം. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുക. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് ദൈവം വിടുവിക്കാൻ, അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടതയിൽ നിന്ന് ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ചിന്ത തന്നെ നിന്റെ കഷ്ടതയുടെ തീരേണ്ട സമയമായി, പ്രയാസങ്ങൾ അകറ്റേണ്ട സമയമായി. ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ ഇന്ന് നമ്മുടെ മേൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ കഷ്ടതയിലായിരുന്നു. ഈജിപ്തിലെ താമസിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയിൽ നമ്മളും അന്ധകാര ശക്തിയുടെ അടിമത്തത്തിലായിരുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടു. നാളെ ഭാവി എന്താകും? കടബാധകൾ നിൽക്കുന്നല്ലോ, രോഗങ്ങൾ നിൽക്കുന്നല്ലോ, പ്രയാസങ്ങൾ നിൽക്കുന്നു. എങ്ങനെ ഇനി മുന്നോട്ട് പോകും? ഇങ്ങനെ ആകുലപ്പെട്ട നിൽക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയവും ഇസ്രായേൽ ജനം ഈജിപ്തിൽ കിടന്ന അതേ ഹൃദയം തന്നെയാ. നിനക്ക് പ്രത്യാശയുടെ വെട്ടം വന്നിട്ടില്ല, പ്രത്യാശയാകുന്ന വെളിച്ചം വന്നിട്ടില്ലെങ്കിൽ ഇതാ ദൈവം വിളിക്കുകയാണ്. സമയമായി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സമയമാകാൻ പോവുകയാണ്. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ അടിമത്തത്തിൻ്റെ കഷ്ടത, ഞാൻ പറഞ്ഞല്ലോ 12 വർഷം മുൻപ്, 13 വർഷം മുൻപ് ഞാൻ കടന്നു വരുമ്പോൾ ഇതേ പ്രയാസത്തിൽ നിന്ന എൻ്റെ സങ്കടങ്ങളെയാണ് ദൈവം മാറ്റിത്തന്നത്. എനിക്കറിയത്തില്ല എൻ്റെ ദൈവം വിളിച്ചത് ദൈവരാജ്യത്തിലേക്കാണ് വിളിച്ചത്. കാനഡയിലേക്ക് കൊണ്ടുപോകാനല്ലായിരുന്നു ദൈവം വിളിച്ചത്, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു വിളിച്ചത്. ദൈവം എനിക്ക് മെസ്സേജ് നൽകി, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. ഞങ്ങളന്ന് ദൈവസന്നിധിയിൽ മെസ്സേജ് എടുക്കാൻ വേണ്ടി ബ്രദറിനെ സമീപിച്ച്, ഞങ്ങളൊരു 5-6 പേരുണ്ടായിരുന്നു. ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ഞങ്ങൾക്ക് പറയാമോ, അതുപോലെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ മെസ്സേജുകൾ ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം. 1 മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിറ്റേ മാസം വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു, എല്ലാവർക്കും ഓരോ പേപ്പറിൽ ബ്രദർ ഇങ്ങനെ പ്രവചനങ്ങൾ എഴുതി തന്നു.
ഒന്നാമത്തവൻ 5 പേരുണ്ട്. ഒന്നാമത്തവൻ കവർ പൊട്ടിച്ചിട്ട് കവറിനകത്ത്, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഓറഞ്ച് കവറിനകത്ത് വെളുത്ത പേപ്പറിലാണ് ബ്രദർ എഴുതി തന്നത്. ഒന്നാമത്തവൻ കവർ പൊട്ടിച്ചു. ഞങ്ങൾ 5 പേരാണ് ഒരുമിച്ച് ധ്യാനത്തിൽ വന്നത്. ഞങ്ങൾ 5 പേരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവരാ. ഒന്നാമത്തവൻ്റെ കവർ പൊട്ടിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിലേക്ക് ഉറ്റുനോക്കി. അതിനകത്ത് ദൈവം പറഞ്ഞു, നിന്നെ ദൈവം വിദേശത്തേക്ക് കൊണ്ടുപോകും. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് അവൻ വിദേശ സിറ്റിസൺ ആയിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. രണ്ടാമത്തെ ആൾ കവർ പൊട്ടിച്ചു. അവനോട് ദൈവം പറഞ്ഞു, നിന്നെ ദൈവം കാനഡയ്ക്ക് കൊണ്ടുപോകും. അവൻ ഇന്ന് കാനഡയിലെ സിറ്റിസൺ ആണ്. സ്തോത്ര ഹല്ലേലൂയ. മൂന്നാമത്തവൻ കവർ പൊട്ടിച്ചു. അവനോട് ദൈവം പറഞ്ഞു, നിന്നെ ദൈവം വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകും. വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന ആ പ്രവചനത്തിലാണ് ചെറിയൊരു മാറ്റം വന്നത്. ആ പ്രവചനം നമ്മുടെ റിനോ ബ്രദറായിരുന്നു. റിനോ ബ്രദറിൻ്റെ ഹിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ദൈവഹിതം വന്നു. ദൈവം പല പദ്ധതികളുണ്ട്, പക്ഷേ ദൈവരാജ്യത്തിലേക്ക് ആണ് റിനോ ബ്രദറിനെ വിളിച്ചത്. 4ാമത്തത് ഡിനോ ബ്രദറായിരുന്നു. അദ്ദേഹവും ഇന്ന് വിദേശ രാജ്യത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്ന 4 പേർക്കും വിദേശ രാജ്യത്തിൻ്റെ മെസ്സേജുള്ള കവർ. സ്വാഭാവികമായിട്ട് ഇതിനു വേണ്ടി ഏറ്റവും ആദ്യം പ്രയത്നിച്ച ഞാനും സന്തോഷത്തോടെ ഞാനും കവർ പൊട്ടിച്ചു. എല്ലാവരും എൻ്റെ മെസ്സേജിലേക്ക് നോക്കി. മെല്ലെ കവർ പൊട്ടിച്ച് നോക്കി മെസ്സേജ് നോക്കിയപ്പം ഞാനിങ്ങനെ നോക്കി, കാനഡ വല്ലതും ഉണ്ടോ? കാര്യം കാനഡയ്ക്ക് പോകാൻ വേണ്ടി IELTS എഴുതി പാസ്സായി. ഞാൻ മാത്രമേ ആ കൂട്ടത്തിൽ IELTS എഴുതി പാസ്സായിട്ട് നിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്കോറും ഉണ്ട്, അത്യാവശ്യം സ്കോറും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പോവായിരിക്കും എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊന്നും കാനഡ കാണാനില്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും അവസാന ഒരു വാക്ക്, നിന്നെ വിദേശ രാജ്യത്തേക്ക് അയക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ വേല ചെയ്യാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് മാത്രമാണ് അന്നേരം ആദ്യമായിട്ട് ദൈവവേലയുടെ മെസ്സേജ് കിട്ടിയത്. എല്ലാവരും വിചാരിച്ചു, നിനക്ക് പോയല്ലേ? ഞാൻ പറഞ്ഞു, പോയതല്ല, എനിക്ക് കിട്ടി, എനിക്കാ കിട്ടിയത്. സ്തോത്ര ഹല്ലേലൂയ. ധ്യാനം കൂടാൻ വന്ന ഞാൻ എൻ്റെ 4ാമത്തെ ധ്യാനം സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യാനാണ് ഈ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ദൈവം അന്ന് ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത്. ദൈവ ശുശ്രൂഷ എന്താണെന്നോ ദൈവവേലയോ എന്താണെന്നോ അറിയാത്തൊരു കുടുംബത്തിൽ നിന്ന് അങ്ങനൊരു വ്യക്തിത്വത്തിൽ നിന്നാണ് ദൈവം വിളിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വർഷങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ വേല ചെയ്യുവാൻ മാത്രമല്ല പല വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യം സഞ്ചരിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. അന്ന് ഒരുവൻ വിചാരിക്കും ഭൗതികമായിട്ട് നിനക്ക് നേടേണ്ടതെല്ലാം ദൈവം നേടിത്തന്നു. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം വഴി നടത്തുകയാണ്, ദൈവം ഇടപെടുകയാണ്. ഒരുപക്ഷേ പലരെക്കാൾ വളരെ അധികമായി ദൈവം കരുതുക. സ്തോത്രം. നിന്റെ നഷ്ടങ്ങൾ, നിന്റെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല ഒന്നും. നിന്റെ വളർത്തി അനുഗ്രഹിച്ചുയർത്തുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം സാക്ഷ്യപ്പെടുത്തുന്നത്. യേശുവേ ആരാധന. തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഭൗതികമായിട്ട് കൂടെ വന്നതിൽ ഭൗതികമായിട്ട് വിദേശ രാജ്യം മാത്രം ലക്ഷ്യം വെച്ച് വന്നവരുണ്ട്. അവരൊക്കെ വിദേശത്ത് തന്നെ, പക്ഷെ ദൈവത്തെ അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് ഏറ്റവും അഭിമാനം ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ കൃപയാൽ, എൻ്റെ കഴിവല്ല, കഴിവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ കൃപയാലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മളെ വിളിക്കുമ്പോൾ നിന്റെ ജീവിതം എത്ര കഷ്ടതയോ എത്ര ഇരുട്ടോ എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, ദൈവസന്നിധിയിൽ തിരിഞ്ഞു കടന്നു വന്നാൽ ഒരു കാര്യം ഉറപ്പാ. എന്താണെന്നറിയാവോ? എനിക്കൊരു കാര്യം ഉറപ്പാ, യേശു വിളിച്ചാൽ ജീവിതം താഴോട്ടില്ല, അത് മുകളിലേക്കാ. സ്തോത്ര ഹല്ലേലൂയ. യേശുവിലുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി അതാ, നീ താഴോട്ടില്ല, ഇനി മുകളിലേക്കേ ഉള്ളൂ. ഇതിനപ്പുറം ഒരു ഉറപ്പ് വരല്ല. എൻ്റെ ജീവിത അനുഭവം, താഴോട്ടില്ല. ഭൗതിക നന്മകൾക്കൊന്നും നിന്നെ ഉയർത്താൻ പറ്റത്തില്ല. ഒരു രോഗം വന്നാൽ തീരും നിന്റെ ഭൗതിക നന്മ. ഒന്ന് കാല് തന്നെ വീണാൽ തീരും, ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ തീരും നിന്റെ ഭൗതിക നന്മകൾ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ അക്ഷയമായ ആ ദൈവസന്നിധിയുടെ സാന്നിധ്യത്തിലേക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. യേശുവേ ആരാധന. നിന്റെ അടിമത്തത്തിൻ്റെ കണ്ണുനീരിന്ന് ഇവിടെ മാറണം. പ്രത്യാശയുടെ കൃപയിൽ നീ ഇന്ന് ജീവിക്കണം. യേശുവിൻ്റെ സാന്നിധ്യത്താൽ ഇന്ന് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനറിയോ? ഇസ്രായേലേ, നീ അടിമത്തത്തിൽ കിടന്ന സമയം ഇനി കഴിയാൻ പോവുകയാ. എൻ്റെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ തീരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പുറപ്പാട് വരേണ്ട സമയമായി. ദൈവത്തിൻ്റെ പുറപ്പാട് വരേണ്ട സമയമായി. ദൈവത്തിൻ്റെ കാഹളധ്വനികൾ മുഴങ്ങേണ്ട സമയമായി. ദൈവത്തിൻ്റെ വരവടുത്തിരിക്കുമ്പോൾ എൻ്റെ രക്ഷയുടെ സമയം അടുത്തിരിക്കുകയാണ്. യേശുവേ ആരാധന. ഇന്ന് സങ്കടങ്ങൾ തീരേണ്ട സമയമാണ്. ഇന്ന് പ്രയാസങ്ങൾ മാറിപ്പോണ്ട സമയമാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പ്രാർത്ഥിച്ചേ. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു. കുറിച്ചെന്ന് പാടിയേ. സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോന് ഞാനിനി
ശ്രദ്ധിക്കണമേ. ഫറവോന് ഞാൻ അടിമയല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ വിചാരങ്ങൾ വരണം? ഒരു ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് ഞാൻ അടിമപ്പെടത്തില്ല, ഒരു ദുഷ്ടശക്തികൾക്ക് ഞാൻ അടിമപ്പെടത്തില്ല, ഒരു തിന്മയുടെ സ്വാധീനത്തിന് എന്നെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല, ഒരു ഭൗതികമായ ഒരു പ്രലോഭനത്തിന് എന്നെ വീഴ്ത്താൻ സാധിക്കത്തില്ല. ഇതാ ഫറവോന്റെ അടിമത്തം എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ തളച്ചിട്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തോ അതെല്ലാം ഫറവോന്റെ അടിമത്തം തന്നെ. നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക നിന്നെ തടയുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിന്റെ അടിമത്തമാണ്. സാമ്പത്തിക പ്രയാസം നിനക്കൊരു പ്രയാസമാണോ? ഇന്നത് മാറ്റിവെച്ചാൽ അത് നിന്നെ തളർത്തരുത്. രോഗം നിനക്കൊരു പ്രയാസമാണോ? അത് നിന്നെ തളർത്തരുത്. പാപജീവിതം നിന്ന് മാറ്റണം. ദൈവസന്നിധിയിൽ കടന്നു വരിക. അത് ഫറവോന്റെ അടിമത്തത്തെ സൂചിപ്പിക്കുകയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാമോ? എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ അടിമത്തത്തിലല്ല? എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ അടിമത്തത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല? എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ ഇനി ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുക? ഫറവോന് ഞാൻ ഇനി അടിമയല്ല. ചെറുമണമോ? ഫറവോന് അത് ഏറ്റെടുത്ത്. ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ. ശ്രദ്ധിക്കണമേ. ഈജിപ്തിൽ അടിമത്തത്തിൽ കിടന്ന ഒരുവനെ രക്ഷിക്കുവാൻ എന്തു വേണ്ടി വന്നു? പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലുമേൽ തളിച്ച് നിന്റെ വിടുതലിന്റെ മുദ്ര നിന്റെ മേൽ പതിച്ചിട്ടാണ് നിന്നെ വിടുവിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തം വിടുവിച്ചില്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് നിനക്ക് മോചനമില്ല. പാപത്തിൽ നിന്ന് നിന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ യേശുവിന്റെ രക്തം നിന്നെ കഴുകണം. ആ രക്തമാണ് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. യേശുവിന്റെ രക്തം സകല പാപത്തിൽ നിന്ന്, യേശുവിന്റെ രക്തം ബിബിൻ നടത്തിയ അന്യാരതയിൽ നിന്ന്, യേശുവിന്റെ രക്തം ബിബിൻ നടത്തിയ തിന്മയിൽ നിന്ന് എന്നെ വിടുവിച്ച് നിർത്തിയത് യേശുവിന്റെ രക്തമാണ്. നമ്മളെ ഓരോരുത്തരെയും ഇന്ന് വിടുവിക്കേണ്ടത് യേശുവിന്റെ രക്തമാണ്. ആ രക്തമാണ് അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. ആ തിരുരക്തം ഇന്ന് നമ്മുടെ മേൽ ഇറങ്ങി വന്ന് നമ്മളെ ശുദ്ധീകരിക്കട്ടെ. കുഞ്ഞാടിന്റെ വിലയേറിയ കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. രക്ഷിക്കപ്പെട്ട ജനം പാടേണ്ട പാട്ടായത്. രക്ഷിക്കപ്പെട്ട ജനം പാടേണ്ട പാട്ടായത്. സങ്കടങ്ങൾ തീർന്നു പോണം. അടിമയായി കിടന്ന ഈജിപ്തിലെ ഇസ്രായേൽ ഭവനമേ, നിന്റെ സങ്കടങ്ങൾ മാറി ദൈവം നിന്നെ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്. സന്തോഷത്തോടെ പാടേണ്ടത്. യേസ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഞാൻ ലോകത്തിൻ്റെതല്ല, ഞാൻ ലോകക്കാരുടേതല്ല, ഞാൻ യേശുവിൻ്റെതാ. കുഞ്ഞാടിന്റെ രക്തം എന്നെ കഴുകി ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ.
ഞാനിനി ലോകത്തിന്റെ സ്വഭാവത്തിൽ പോകേണ്ടവനല്ല. ഞാനിനി തിന്മയുടെ സ്വഭാവത്തിന്റെ കൽപ്പന ലംഘനത്തിൽ ജീവിക്കേണ്ടവനല്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനായ കൊണ്ട് നിന്റെ വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കേണ്ടവനാണ്. ഓ, വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുക. ഇതാ വചനം പറയുന്നത്, വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കണം. നിന്നെ ദൈവം വിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്ക്. നീ പണ്ട് അടിമയായിരുന്നു, പണ്ട് ഈജിപ്തിൽ കിടന്നു എന്ന് പറഞ്ഞാൽ പണ്ട് ശാപത്തിലായിരുന്നു, പണ്ട് കഷ്ടതയിലായിരുന്നു, പണ്ട് പ്രയാസത്തിലായിരുന്നു, തിന്മയുടെ സ്വഭാവത്തിലായിരുന്നു, പാപജീവിതത്തിലായിരുന്നു, അശുദ്ധിയിലായിരുന്നു. ഇത് പണ്ടത്തെ ജീവിതമാണെങ്കിൽ ഇന്ന് നിന്നെ കുഞ്ഞാട്ടിന്റെ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിച്ച് ദൈവ രാജ്യത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. ഇപ്പോൾ ഒരു വിളി ലഭിച്ചു. ഞാൻ നിൽക്കുന്നത് ലോകത്തിലല്ല, ദൈവരാജ്യത്തിലാണ്. എന്റെ കാലുകൾ ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിൽ ഉറച്ചു നിർത്തി എന്റെ വിശ്വാസത്തെ കണ്ണുകൊണ്ട് നോക്കി അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. സ്തോത്ര, ഹല്ലേലൂയ. ആ ദൈവത്തെ സന്നിധിയിലേക്ക് എത്ര പേർക്ക് ഇന്ന് നോക്കാൻ സാധിക്കും? യേശുവിലേക്ക് എത്ര പേർക്ക് തിരിയാൻ സാധിക്കും? നീ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണെങ്കിൽ, ഒരു വിളി ലഭിച്ച ജനമാണെങ്കിൽ, പഴയത് കഴിഞ്ഞുപോയി. ഇതാ പുതിയ കൃപ നമ്മുടെ മേലിൽ നിന്ന് വന്നു കഴിയുക. പ്രത്യാശയോടെ യേശുവിലേക്ക് നോക്കിക്കേ. സന്തോഷത്തിൽ ജനം പാടേണ്ടതാണ്, എൻ്റെ സങ്കടങ്ങൾ കഴിഞ്ഞുപോയി, എൻ്റെ പ്രയാസങ്ങൾ തീർന്നുപോയി, എൻ്റെ ബാധകൾ ഒഴിഞ്ഞുപോയി, കുഞ്ഞാടിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. ഇത് സന്തോഷത്തോടെ പാടേണ്ട ഒരു ഗാനമാണ്. സ്തോത്രം ശക്തിയോടെ ചേർന്നുകൊണ്ട് നമുക്കൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ജനം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കരങ്ങളെ തട്ടി നമുക്കൊന്ന് ചേർന്നുകൊണ്ട് പാടിയാം. കർത്താവായ യേശുവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മാറായ മധുരമാക്കി തീർക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ. പറയെ പിളർന്നു ദാഹം പൂക്കുമവൻ, പറയെ പിളർന്നു ദാഹം മധുരമാക്കി, മാറായ മധുരമാക്കി തീർക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ. പറയെ പിളർന്നു ദാഹം പൂക്കുമവൻ, പറയെ പിളർന്നു ദാഹം പൂക്കുമവൻ. സങ്കടങ്ങൾ തീർന്നുപോയി. സങ്കടങ്ങൾ പ്രത്യാശയോടെ ഏറ്റെടുത്ത് എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ. കനാൻ ജീവി
ജീവിതം എനിക്കാനന്ദമേ. കാനാൻ ജീവിതം എനിക്കാനന്ദമേ. ദൈവരാജ്യത്തെ ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ. കാനാൻ ജീവിതം എനിക്കാനന്ദമേ. കാനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്തിൽ കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി.